am back. ഇന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന ക്ലാഷ് ഓഫ് ക്ലാൻ മാത്രമല്ല കുംഫു ബീം എന്ന് പറഞ്ഞൊരു ഗെയിമും കൂടെയാണ്. അതും ഇതും വെച്ച് ഏതാണ് നല്ലതെന്നാണ് നോക്കേണ്ടത്. ഇതിൽ നമുക്ക് ആ ഗെയിം ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുകയാണ്. ആദ്യം ബിൽഡർ ബേസ് ഒക്കെ ചെയ്യാനിട്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇതുണ്ട് നാളെ, കാരണം ഇത് ടൗൺ ഹോൾ 8 ആകാൻ പോവുകയാണ് നാളെ. സ്പ്രിങ് ഒക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അക്കൗണ്ടൊക്കെ ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്തു. മെസ്സേജസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇടയ്ക്ക് വെച്ച് അടിയച്ച് ക്ലാനൊന്ന് ലെഫ്റ്റായി, അതാണ് ഇതാ ഇവിടെ കാണിക്കുന്നത്. സ്പേസ് കിങ് വെച്ച് ടീമായിട്ടാണ്. 28 ഡയമണ്ട്സ് കിട്ടി. ഫസ്റ്റ് ഞാൻ കുംഫു ബീം കാണിച്ചു തരാം. ഇതാണ് കുംഫു ബീം. മൾട്ടിപ്ലെയർ കമ്മിങ് സൂൺ ആണ്. സൈൻ പ്ലെയർ. ഇപ്പം രണ്ടും കുംഫു ബീം എടുക്കാം. കുംഫു ബീം അല്ല, ചോട്ടാ ബീം എന്നാണ് വിളിക്കണത്. ഇത് അല്ലെങ്കിൽ ഇതെടുക്കാം. സ്റ്റോറിയൊക്കെ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ കുറെ ഇടിക്കുന്നുണ്ട്. ഞാൻ തോക്കാറായിട്ടുണ്ട്. അവനെയും തോക്കാറായിട്ടുണ്ട്. ഞാൻ തോറ്റിട്ടില്ല. ഇനി 2 റൗണ്ടും കൂടെ കളിക്കേണ്ടി വരും. സാധാരണ 2 റൗണ്ടാണ് കളിക്കുന്നത്. ഒരാൾ 2 കളിയിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനാണ് ടോപ്പിലിരിക്കണ ലൈഫ്. അവൻ്റെ ലൈഫ് തീരാറായിട്ടുണ്ട്. എൻ്റെ ലൈഫും കുറഞ്ഞു. അവൻ്റെ ലൈഫ് തീരുമെന്നാണ് തോന്നുന്നത്. നമ്മളിത് ജയിക്കുമെന്നാണ് തോന്നുന്നത്. ഇതിനെക്കാളും ഞാൻ കളിച്ചിട്ട് കൊള്ളാമെന്നുള്ളത് ക്ലാഷ് ഓഫ് ക്ലാനാണ്. കുംഫു ബീം എന്നാലും കൊള്ളാം. ക്ലാരിറ്റി കൂടുതൽ ഇതിനാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഇതിനുണ്ട്. പക്ഷേ ക്ലാഷ് ഓഫ് ക്ലാനിലും ക്ലാരിറ്റി ഉണ്ട്. നമുക്കൊന്ന് ജയിച്ചിട്ടുണ്ട്. ക്ലാഷ് ഓഫ് ക്ലാനിലും ക്ലാരിറ്റി ഉണ്ട്. ഇതിനാണ് പക്ഷേ കുറച്ച് കൂടുതലുള്ളത്. ക്ലാഷ് ഓഫ് ക്ലാൻ ആൾക്കാരും ഇതിൽ ഒറിജിനൽ പോലെ ഇരിക്കും, പക്ഷേ അത് അത്രയ്ക്ക് കാണാനാകില്ല. നമ്മൾ അറ്റാക്കിനൊന്നും പോകും, രീതി കാണാനൊക്കെ ആകും. നമുക്ക് ഇതിൽ കാണാനാകും. പിന്നെ ഇത് മാത്രമല്ല, വേറെ സ്ഥലങ്ങളുണ്ട്. ഞാൻ എല്ലാ പ്ലേസസും ഇതായിരിക്കും. ഇത് നമ്മൾ ഇത് അൺലോക്ക് ആയിരിക്കും. ഞാൻ ഇത് കുറേ നാൾ കൊണ്ട് കളിക്കുന്ന ഗെയിം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ അറിയാം ഇത്.
കുറേയൊക്കെ അറിയാം ഇതിൽ. ഇത് പെട്ടെന്ന് ഇടിക്കാനാവും. അവൻ്റെ ലൈഫ് തീരാറായിട്ടുണ്ട്. ഞാൻ തോറ്റു. കാരണം അവന്മാർക്ക് എന്തെങ്കിലും കിട്ടും, പക്ഷെ അതെല്ലാം നമുക്കും കിട്ടൂല. ലെവൽ 7 ആയിട്ടുണ്ട്. പക്ഷെ download Simply Piano today. You see, Simply Piano is great. You are such a sellout, man. ഇനി ക്ലാഷ് ഓഫ് ക്ലാൻ കാണിച്ചു തരാം. ഇതാണ്, ഇങ്ങനെയാണ് ക്ലാഷ് ഓഫ് ക്ലാൻ ഓപ്പൺ ആപ്പരി കാണുന്നത്. പക്ഷേ അതിലില്ലാത്ത എല്ലാ ഇതുമുണ്ട്. അതിൽ ട്രോഫീസ് ഉണ്ട്, പക്ഷേ ട്രോഫീസ് എടുക്കാൻ പാടാണ്. ട്രോഫീസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടാന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരേ ഈ വീഡിയോയിൽ തന്നെ. ഇത് ഹെലിക്സർ സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. അത് കളക്റ്റിംഗ് ഇല്ല. അറ്റാക്കിന് പോപ്പരി കിട്ടണതാണ്. ഇതിലും അറ്റാക്കിന് പോപ്പരി കിട്ടും. പിന്നെ ഇതൊക്കെ റിമൂവ് ചെയ്യാനാകും. അങ്ങനെ നമുക്ക് ജംപ്സ് ഉണ്ടാക്കാൻ പറ്റും. കണ്ടില്ലേ, 4 ജംപ്സ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പിന്നെ ടൈം സ്പീഡ് ബൂസ്റ്റർ ഉണ്ട്. അത് വെച്ച് ബൂസ്റ്റ് ചെയ്യാൻ എനിക്കറിയാതെ ബൂസ്റ്റ് ഇട്ട് പോയതാണ്. എന്തായാലും ബൂസ്റ്റ് ചെയ്യാം. ഗോൾഡ് സ്റ്റോറേജ് ഒക്കെ. ഇതിൽ അറ്റാക്ക് ഉണ്ട്. ഇതിൽ അറ്റാക്ക് നോക്കാം. ഇതിൽ അറ്റാക്ക്, ഒരു അറ്റാക്കിന് പോകാം. എനിക്ക് ജയിക്കുകയും വേണം. കാരണം ജയിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്, കാണിച്ചു തരാനല്ല. എനിക്കും ആവശ്യമുണ്ട്. പെട്ടെന്ന് വിടാം. എല്ലാവരും വിട്ടിട്ടുണ്ട്. ഹീറോയും ബാറ്റ്സും വന്നിട്ടുണ്ട്. വിച്ച് അവൻ്റെ കൂടെ. വിച്ച് ബാറ്റ്സിനെ വിടും. നൈറ്റ് വിച്ചേ വിടുള്ളൂ. വിച്ച് വിടില്ല. നൈറ്റ് വിച്ചാണ് വിടുന്നത്. 19 ഇപ്പോൾ തന്നെ അടിച്ചു. 19 തന്നെ അട്രാക്ക് ഇതല്ല. ഹീറോ മാത്രമേ ഉള്ളൂ. പക്ഷെ പേടിക്കണ്ട, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഹീറോ കണ്ടില്ലേ, കുറേയൊക്കെ അടിക്കും. ബാർബറിയൻ കിങ്ങിനേക്കാളും കുറച്ച് പവർ കൂടുതലാണ്. ഹീറോയും പൊട്ടി 34 അടിച്ചുള്ളൂ. 0 അടിച്ചാൽ രക്ഷപ്പെട്ട്. അവൻ്റെ അക്കൗണ്ട് ഒന്നും കണ്ടിട്ട് വരാം. ടൗൺ ഹോൾ 6 തന്നെയാണ്. മോഡ് ലീവ് 2, എൻ്റെ ലീവ് 1. അത്ര വ്യത്യാസമുള്ളൂ. എൻ്റെ 11, എൻ്റെ 8 ആവാൻ പോകുന്നു. 8 ആയി കഴിഞ്ഞു. ഇത് മൊത്തം സ്റ്റാച്ചു ആണ്. ഇവ മൊത്തം വേസ്റ്റ് ചെയ്യണം. ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാതിട്ടിരിക്കണോണ്ട് ഇവൻ ഒരു ജമ്മു കാണൂല. ലൂസായി. അത്രയ്ക്കൊന്നും ജയിച്ചില്ല. ഇല്ല, ഒരു അറ്റാക്കും കൂടെ പോവാം. ടൗൺ ഹോൾ 5 തന്നെയാണ് ജയിക്കുമെന്നാണ് ഉറപ്പ്. ബാറ്റിൽ മെഷീൻ ഉണ്ടോ നോക്കാം. ഇല്ല, അവിടെ തന്നെ കിടക്കുന്നുണ്ട്. നമുക്കപ്പം പെട്ടെന്ന് ചെയ്യാം. ഇതെല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാം വിട്ട് ഒറ്റയടിക്ക് തന്നെ പോയി. അതിനെ നശിപ്പിച്ച്. ഇനി കുഴപ്പമില്ല. ട്രക്ക് ക്ലോക്ക് ടവർ. ആ ടവർ
ടവറല്ല അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. 50 അടിച്ചിട്ടുണ്ട്. ഏതോ ചൈനയിലുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് അവൻ ജയിക്കുമെന്ന് അത്രയ്ക്ക് ഉറപ്പില്ല. 8 ആയി, എൻ്റെത് 8 ആകാൻ പോകുന്നു. അത്രയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. 15 lakhs ഒക്കെ ഇവ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹെലിക്സർ എനിക്ക് ഉണ്ടാക്കാൻ പാടാണ്, പക്ഷേ ഗോൾഡ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും. കാരണം ഹെലിക്സറാണ് ആൾക്കാർ കൂടുതലില്ലാത്തത്. ഇതിലും അവൻ തന്നെ ജയിച്ചു. ഇനി ഇതിലെ ബേസൊക്കെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റും. റിമൂവ്സ് ഒന്നും അതിൽ പറ്റൂല. ഞാൻ രണ്ടും കളിച്ചിട്ട് ഇത് പിന്നെ നമുക്ക് വേറെ ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് വേൾഡ് ചാമ്പ്യൻ്റെ ഇത് കിട്ടും. റിവാർഡ്സ് ഒരു ഗോൾഡ് കിട്ടും. 3 ജെമ്മും കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് എത്ര നോക്കട്ടെ, 16 lakhs ആയിട്ടുള്ളൂ. ഇനി എത്ര ടൗൺ ഹോൾ ബിൽഡർ ബേസ് അപ്ഗ്രേഡ് ചെയ്യുന്നു. എത്ര ഡയമണ്ട് 300 വേണം. ഇനി 2 lakhs കൂടെ മതി. ഇനി അപ്പം ഇതിന് അപ്ഗ്രേഡ് ചെയ്തിടാം. അപ്ഗ്രേഡ് ചെയ്തിടുമ്പോൾ അതിന് 10 lakhs വേണം. 6 lakhs പോരാ. പക്ഷേ ഞാൻ റോയൽ ചാമ്പ്യൻ എന്ന് പറഞ്ഞ ഒരു ക്ലാൻ ഉണ്ട്. ആ ക്ലാനിൽ ചിലവരൊന്നും കയറ്റൂല. കാരണം ഞാൻ ഇന്ന് കയറാൻ നോക്കി, പക്ഷേ ഗെറ്റ് ഔട്ട് ചെയ്ത്. വേണമെങ്കിൽ ഒന്നുകൂടെ കയറി നോക്കാം. സ്പേസ് കിങ് HD ഉണ്ടാ? ചലഞ്ച് ചെയ്യായിട്ടിരിക്കാം. ചലഞ്ച് ചെയ്യണമെങ്കിൽ വന്നിട്ട് കേട്ടെ. ഇതൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം കളിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ടത് ക്ലാഷ് ഓഫ് ക്ലാനാണ്, കുംഫു ഗെയിമല്ല. ഇനി അടുത്ത് പുതിയ ഗെയിം വെച്ച് ഞാൻ ചലഞ്ച് ചെയ്യാൻ വരുന്നതായിരിക്കും. അടുത്ത് ചിലപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി വെച്ചായിരിക്കും വരുന്നത്. അടുത്ത് ഞാൻ ട്രൂപ്സൊക്കെ ട്രെയിൻ ചെയ്തിടാണ് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി. എത്ര മിനിറ്റ് എടുക്കുമെന്ന് നോക്കാം. 1 day 12 hours എടുക്കും. മൊത്തം ഡ്രാഗൺ ചെയ്യാം. ഇതൊന്ന് അപ്ഗ്രേഡിങ്ങിനുണ്ട്. ട്രീസൊക്കെ ഉണ്ടാകും, പക്ഷേ എനിക്കത് വേണ്ട. ഹെലിക്സർ സ്റ്റോറേജ് 1 lakh ഉള്ളൂ. ഇട്ട് കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഇത്രയുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.